ഈ തെരഞ്ഞെടുപ്പിൽ NDA അല്ലെങ്കിൽ BJP മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നല്ല സാന്നിധ്യമാണ് ഈ പ്രാവശ്യം അറിയിച്ചത്. കാരണം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് കിട്ടിയേ തീരും. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി 7, 8, 9 പ്രാവശ്യം തുടർച്ചയായി കേരളത്തിലേക്ക് വരുന്നു. നല്ല കാൻഡിഡേറ്റ്സിനെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ, സുരേഷ് ഗോപിയെ പോലെ അങ്ങനെ നല്ല കാൻഡിഡേറ്റ്സിനെ അണിനിരത്തുന്നു. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ BJP ഇപ്പോൾ എത്ര മണ്ഡലത്തിൽ ജയിക്കില്ലേ അത് പോട്ടെ, പക്ഷെ BJP ഇപ്രാവശ്യം അത്യാവശ്യം വോട്ടുകൾ പിടിക്കും. ഈ വോട്ടുകൾ പിടിക്കുന്ന സമയത്ത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഈ 2 മുന്നണികളുടെ ഒരു ബലാബലങ്ങൾക്കിടയിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ഇത് UDFന് ഒരു തിരിച്ചടിയെ മാറുമോ? അതായത് ഹരീഷ് ചോദിച്ച ചോദ്യങ്ങൾ ഒരു സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രവർത്തനം മനസ്സിലെപ്പോഴും വരുന്നതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, LDFും UDFും ഇവിടെ 2 ശക്തികളായിട്ടുണ്ട്. NDA എന്ന് പറയുകയാണെങ്കിൽ BJP ഉള്ളതില്ല, BJP മുഖ്യ കാര്യം. പിന്നെ BDJS ഒക്കെ നമ്മൾ അറിയാമല്ലോ അവരുടെയൊക്കെ ഒരു ശക്തിയൊക്കെ. അപ്പോൾ BJPക്ക് അവർ കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുകയാണ്. 2014 അവർ മറ്റേ നരേന്ദ്രമോദിയുടെ ആ ഒരു വന്ന കാലത്ത്, അതിനുശേഷം 2019 അദ്ദേഹം വീണ്ടും ജയിക്കുന്നു. ഇപ്പോൾ വീണ്ടും അന്ന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. അതിൻ്റെ ആ ഭരണത്തിൻ്റെ ആ ഒരു തിളക്കത്തിലാണ് അവർ ഇത്തവണ മത്സരിക്കാൻ വരുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേകത ഉള്ളത്, ആദ്യമൊക്കെ എല്ലാവരും ധരിച്ചത് BJPയുടെ ഒട്ടും വളരില്ല എന്നാണ്. പക്ഷെ BJP ഇവിടെ വളരും എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വളർത്തിയത് ഇവിടുത്തെ CPM-ഉം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ BJP ഇപ്പം ഞാനൊക്കെ 2-3 വർഷം മുമ്പ് വരെ എൻ്റെ മനസ്സിൽ BJPക്ക് ആ ഒരു വളർച്ച അവർക്ക് ആ ശബരിമല പ്രശ്നത്തിൽ അതിലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് മുന്നോട്ട് പോയില്ല. പക്ഷേ ഈ ഭരണം ഉപയോഗിച്ചുകൊണ്ട്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് അവർ ഭംഗിയായിട്ട് പാർട്ടിയെ ഇവിടെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രമത്തിനിടയിൽ കേരളത്തിൽ BJPക്ക് ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കേരളത്തിൽ BJPക്ക് ശത്രു കോൺഗ്രസ്. കാരണം കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് അവർക്ക് ലക്ഷ്യമുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ശത്രു അല്ല. RSS CPM സംഘടനമൊക്കെ ഉണ്ടെങ്കിലും BJPയും RSS നേതാക്കളും തമ്മിലുള്ളൊരു സമവായ ചർച്ചയൊക്കെ നടന്ന ഓർമ്മയുണ്ടല്ലോ, കടക്ക് പുറത്തൊക്കെ വന്നത്. അപ്പോൾ അവരതൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്കും ശത്രു കോൺഗ്രസ്. എന്താ, ഇവിടെ BJP എന്തായാലും തൽക്കാലം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരില്ല, ഭരണത്തിൽ വരില്ല. ഭാവിയിലാണെങ്കിലും NDA എന്നതിലേക്കും വരില്ല, തൽക്കാലത്തേക്കൊന്നും വരില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ CPM-ൻ്റെ നേതാക്കളുടെ മനസ്സിൽ ഇപ്പം എന്താ, കോൺഗ്രസ് ഇവിടെ ക്ഷയിക്കണം. അപ്പോൾ കോൺഗ്രസ് ക്ഷയിച്ചാൽ ഞങ്ങൾക്ക് നിലനിൽപ്പ് തന്നെയാണ് BJP കരുതുന്നു. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് BJPക്ക് ആശയപരമായ ശത്രുവാണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ശത്രു CPM-ഉം LDF-ഉം. CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് ശത്രു കോൺഗ്രസും. BJP അവരെ സംബന്ധിച്ചിടത്തോളം 2 കൂട്ടർക്കും പരസ്പരം അവർ ആര് ജയിച്ചാലും കോൺഗ്രസ് വരാതിരിക്കലാണ് അവരുടെ ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ കോൺഗ്രസിനെയാണ് കുറ്റം പറയുന്നത് കൂടുതൽ. കേന്ദ്ര നരേന്ദ്രമോദിയുടെ ഫാഷിസ്റ്റ് വിരുദ്ധ മനോഭാവത്തെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ കൂടുതൽ ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. അപ്പോൾ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ അവർ അംഗീകരിക്കുന്നുമുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയെ നാളെ ബാധിക്കും. നിങ്ങളുടെ നയം എന്താ? നിങ്ങൾ കോൺഗ്രസ് വിരുദ്ധരോ BJP വിരുദ്ധരോ? അത് ചോദ്യം വരും. രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ ആദ്യം അങ്ങോട്ട് ആക്രമിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്ത് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ ഞാൻ വരുന്നത്, ദേശീയ തലത്തിൽ പല മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും ജയിലിലടയ്ക്കപ്പെടുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ വന്നതെന്താ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കണമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അപ്പോൾ രാഹുൽ ഗാന്ധി ശത്രുവായി. BJPയോ മോദിയോ അല്ല CPM-ൻ്റെ ശത്രു, രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അവർക്ക് കേരള ചിന്തയുള്ളൂ, കേരള CPM-ന് കേരളമേ ചിന്തയുള്ളൂ എന്ന് വന്നു. അവിടെ BJPക്ക് ഒരു വളർച്ചയ്ക്കുള്ളൊരു വളർച്ചയുണ്ടാവുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ പത്രങ്ങൾ പ്രാധാന്യം കൊടുത്തു BJPക്ക് കൂടുതൽ. 2019-നേക്കാൾ BJPക്ക് ഇത്തവണ കൂടുതൽ പ്രാധാന്യം കിട്ടി. അതിന് ഒരു കാരണക്കാർ CPM അല്ലേ. ഇവിടെ ഞങ്ങളും UDF-ഉം തമ്മിലല്ല മത്സരം, ഞങ്ങളും BJP-യും തമ്മിലാണ് മത്സരം എന്നല്ലേ ഇടതുമുന്നണി കൺവീനർ പറഞ്ഞത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ചേർന്നത് അല്ല മറ്റേ മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്ര ചിന്താഗതിക്കാർ ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യും. നേരെ മറിച്ച് കോൺഗ്രസ് വിരോധികളായ ഈഴവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നയങ്ങളോട് താല്പര്യമില്ലാത്തവർ ആർക്ക് വോട്ട് ചെയ്യാം? ബി ജെ പിക്ക് വോട്ട് ചെയ്യും. ഇപ്പം വേറെ കാര്യം ഞാൻ പറയാം. സുരേഷ് ഗോപി തൃശ്ശൂർ. സുരേഷ് ഗോപിക്ക് ഞാനിത് മുമ്പേ ചർച്ച പറഞ്ഞിട്ടുള്ളതാണ്. പലരും എന്നെ എതിർത്തില്ല, ഒരു കോൺഗ്രസ്സുകാരൻ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കോൺഗ്രസ് പക്ഷപാതിയായതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. അതായത് 10 വോട്ടുകളുള്ള ഒരു UDF കുടുംബം, ഒരു കോൺഗ്രസ് കുടുംബം, 10 വോട്ടുകളുള്ള ഒരു CPM കുടുംബം. ഇത്തവണ ഈ 10 വോട്ടിൽ 2 വോട്ട് വീതം വെച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന സിനിമ നമുക്ക് കൊടുത്തിട്ടുണ്ട്. LDF കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? സുരേഷ് ഗോപിയോടുള്ള ഒരു താല്പര്യം നടൻ, ഒപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ദൈവവിശ്വാസികളുണ്ട്. അപ്പൊ നരേന്ദ്രമോദി അയോധ്യ ക്ഷേത്രം പണിതില്ലേ, നിങ്ങൾക്ക് പറ്റിയോ? അപ്പൊ മോദി ഹിന്ദുക്കളുടെ സഹായിക്കുന്ന ഒരാളാണ് എന്നൊരു ചിന്ത ഈ കുടുംബങ്ങളിലേക്കൊക്കെ കടത്തിവിടാൻ BJPക്ക് സാധിച്ചു. അതെങ്ങനെ സാധിച്ചു? അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വളരെ സെലക്റ്റീവായിട്ടുള്ള കുടുംബങ്ങളെയൊക്കെ അവരത് ചേർത്തിട്ടുണ്ട്. നരേന്ദ്രമോദി തൃശ്ശൂരിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു വീട്ടമ്മ എനിക്കൊരു കാർഡ് കാണിച്ചു തന്നു. നിങ്ങൾ VIP ആണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെത്താൻ. അവർ ഞെട്ടിപ്പോയി. അയച്ചു. അപ്പോൾ എന്തായി? അപ്പോൾ ആ ഒരു തരത്തിലുള്ള പ്രചരണം അദ്ദേഹം പറഞ്ഞ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് BJP കേരളത്തിൽ വളരാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ട് CPM BJP പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം, ഇത് കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി? ഇത് കോൺഗ്രസിനാണോ തിരിച്ചടിയാവുക? ഞാൻ ജനറലി ഒരു മണ്ഡലത്തിലെ കാര്യമല്ലേ ജനറലി ഞാൻ പറഞ്ഞേ, കോൺഗ്രസിനല്ല തിരിച്ചടിയാവില്ല. കാരണം കോൺഗ്രസിന് എന്താണ് ഇത്തവണ പൊതുജന അജണ്ട നിശ്ചയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇല്ലേ? ആ പൊതുജനത്തിന്റെ അജണ്ടയിൽ കമ്മ്യൂണിസ്റ്റും വിടും, കോൺഗ്രസും വിടും, CPM വിടും, മറ്റേ BJPയും വിടും, എല്ലാവരും വിടും. കാരണം ജീവിതം എല്ലാവരും ഒരുപോലെയല്ലേ ബാധിച്ചത്. ആ അജണ്ട അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ BJPയുടെ ഒരു സാന്നിധ്യം പ്രത്യേകിച്ച് അങ്ങനെ UDFന് ഒരു പ്രശ്നമാകില്ല. അല്ല, UDFന് പ്രശ്നമായില്ലെന്നല്ല. UDFനും LDFനും ചെറിയ തോതിൽ വോട്ട് ശതമാനത്തിൽ ഇടിവ് വരാം. അല്ല, അത് സ്വാഭാവികമായിട്ട് ഇടിവ് വരാം. പക്ഷെ അത് UDFന് മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു UDFന് മാത്രമല്ല, നഷ്ടം UDFനല്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ വേറെ കാര്യം പറയാം. ഈ അവസാന കാലത്ത് രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ ഒരു ഉണ്ടായല്ലോ. അതിനുശേഷം EP ജയരാജന്റെ BJP താല്പര്യം, EP ജയരാജൻ BJP നേതാക്കളുടെ ചർച്ച നടത്തുന്നു. ഇതൊക്കെ എങ്ങനെ ഇപ്പൊ പുറത്തു വന്നേ? ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം എങ്ങനെ പുറത്തു വന്നു? EP ജയരാജൻ സൂത്രക്കാരനായ രാഷ്ട്രീയക്കാരനാണ്, പിണറായി വിജയനും സൂത്രക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. ഇല്ല, തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ 2 ദിവസം ഈ ഗവൺമെന്റ് വിരുദ്ധ നിലപാടിൽ നിന്ന് മാറിയിട്ട് BJP CPM ബന്ധം നിങ്ങൾ ആരോപിച്ചോ? അരിയും ഗോതമ്പും കിട്ടാത്ത, പെൻഷൻ കിട്ടാത്ത 2 ദിവസം മറക്കുമോ? ഇനി അത് മാത്രമല്ല, വേണമെങ്കിൽ LDF കൺവീനർ BJPയുടെ എതിർപ്പുള്ള ഒരാളല്ല. പിണറായി വിജയൻ BJPയുടെ എതിർപ്പുള്ള ഒരാളല്ല. അതുകൊണ്ട് സഖാക്കളെ, BJP നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട വോട്ട് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കാൻ പറ്റിയത്. ഇതാണ് ഡീലിനോട്. ആ ഡീലാണോ ഇല്ലെന്ന് ഞാൻ പറയില്ല.